ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വാലൻറ്റൈൻസ് ഡേ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് തുടക്കക്കാർക്ക് പോലും എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന 2-3 ഹെയർ ക്ലിപ്സിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതിനായിട്ട് ആദ്യം തന്നെ 2 പീസ് റിബൺ എടുക്കുക. 15 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ് വരുന്നത്. അതിൽ കൂടുതലോ കുറവോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ശേഷം അത് രണ്ടും രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് ഒരേ അളവിൽ ഇതുപോലെ പിടിച്ചിട്ട് സെൻറ്ററിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബൗ ഷേപ്പ് ആക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു പീസും കൂടെ വെച്ചിട്ട് ഒന്ന് അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് വരുന്ന കട്ട് പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി അത് നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് കയ്യിലുള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇനി അതല്ല വേറെ എന്തെങ്കിലും ഐറ്റംസ് സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം ഇതുപോലൊരു ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓർഗൻസ ക്ലോത്തിൽ വരുന്ന ബട്ടർഫ്ലൈ ആണിത്. അത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഐറ്റംസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഹെയർ ക്ലിപ്പ് റെഡിയാക്കി എടുത്താൽ മതി. ഞാനിതൊക്കെ എൻ്റെ കയ്യിൽ ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്തെടുക്കാൻ പറ്റുക അതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 അല്ലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലവ് ഷേപ്പിൽ വരുന്ന 2 കട്ട് പീസ് കൂടി എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്തതിൻ്റെ സെയിം തന്നെ കളർ മാറ്റം റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഫെൽറ്റ് ഷീറ്റ് റെഡ് കളറിൽ വരുന്ന ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അല്ലിഗേറ്ററിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലിഗേറ്ററിൻ്റെ അളവിൽ വരുന്ന സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അത് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫെൽറ്റ് ഷീറ്റ് ഞാൻ ഇതുപോലെ 2 അല്ലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ആ ലവ് ഷേപ്പിൽ വരുന്ന കട്ട് പീസ് ഇതിൻ്റെ മുകളിലായിട്ട് അറ്റത്തായിട്ട് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ ബീഡും അതുപോലെ തന്നെ കുഞ്ഞ് സൈസിൽ വരുന്ന ഒരു ബീഡും കൂടെ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാനാണ്. അതിനുശേഷം അത് രണ്ടും കൂടെ ഇതിൻ്റെ ആ ഒരു ലവ് ഷേപ്പിൻ്റെ സൈഡിലായിട്ട് വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അതും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഐറ്റംസൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് നോക്കാം. അടുത്തതും ഇതുപോലൊരു ഹെയർ ക്ലിപ്പ് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു ലവ് ഷേപ്പ് വരുന്ന കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതിനെ ഇതുപോലൊരു ഡിസൈനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതുപോലൊരു ക്ലിപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ലിഗേറ്റർ ക്ലിപ്പോ അല്ലെങ്കിൽ ടിക് ടാക്ക് ക്ലിപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ടിക് ടാക്കിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റൊരു ഡിസൈൻ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലവ് ഷേപ്പിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് ഇതുപോലെ ഒരു ക്ലിപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടിക് ടാക്ക് ക്ലിപ്പിൽ വെച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ അല്ലിഗേറ്ററിൽ വെച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ അല്ലിഗേറ്റർ ക്ലിപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ ക്ലിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ ചിലവും വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലും ഉണ്ടാക്കാൻ അറിയാത്ത കുറച്ച് കൂട്ടുകാരുണ്ടാവും നമുക്കിടയിൽ. അപ്പോൾ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒന്നും അറിയാത്തവർക്ക് പോലും എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.